ഹലോ ജാനി. ഹലോ ജയശേട്ടാ. ഹായ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞങ്ങളൊരു വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറയാം. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. നമ്മളൊരു പ്രോഗ്രാമിന് പോവാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എവിടെയാണെന്ന് വെച്ചാൽ നെടുമങ്ങാട് പാലോട് പച്ച എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മെയിൻ ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് ഞങ്ങളുടെ ഷോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവാണ്. ശരിക്കും 8 മണിക്കേ ഉള്ളൂ പ്രോഗ്രാം. ഞങ്ങളിവിടുന്ന് ഒരു ഇപ്പം 5:54 6 മണിയാവുന്നു. 6 മണിക്ക് തിരിക്കുന്ന. ശരിക്കും നേരത്തെ പോകണമെന്ന് വിചാരിച്ചിരുന്നത്, കാരണം അവിടെ ഘോഷയാത്ര കാരണം നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ അങ്ങ് ഇറങ്ങി. ഇത്തിരി ലേറ്റ് ആണെങ്കിലും ഇറങ്ങി. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ ഈ ജയശേട്ടൻ എന്തെങ്ങനായി പോയേ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോ അല്ല ജയശേട്ടാ, എല്ലാവരും കഴിഞ്ഞ നമ്മളുടെ മറ്റേ ലവ് സ്റ്റോറിയുടെ കുറെ കമന്റിൽ ചില കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ചേട്ടൻ കഞ്ചാവാണോന്ന്. ചേട്ടൻ എന്താണ് ആ കമന്റിനോട് പറയാനുള്ളത്? അങ്ങനെ കൂടെ പറഞ്ഞു വെച്ചു കൊടുക്ക്. ആരല്ല ചേട്ടൻ പൊന്നുവിന്റെ അടുത്ത് പറഞ്ഞതുപോലെ പറ. നമ്മൾ എന്താണോ അതുപോലെയാണ് നിന്നത്. ജയശേട്ടൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ആൾക്കാർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ തീർച്ചയായും അതുകൊണ്ട് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അവർക്ക് അതും മനസ്സിലാവണം. നിങ്ങൾ ഇങ്ങനെ എന്നാ വേണ്ട, നമുക്കില്ലാത്ത കുഴപ്പമുള്ള മറ്റുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ജാനി ഇത്തിരി മൂഡ് ഓഫ് ആണ്. അവൾ ഉറക്കം എണീറ്റ് ഉടനെ നേരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എന്നാ അതെ നോക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് മൂഡ് ഓഫ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഹായ് പറ. ഹാൻഡ്സ് അപ്പ്. ക്ലാപ്പ് ആൾക്കറിയാം, പക്ഷെ അവള് ക്ലാപ്പ് ഹാൻഡ്സ് അപ്പ് ചിലപ്പോ തിരിഞ്ഞു പോകും. ജാനി ക്ലാപ്പ് ക്ലാപ്പ് അല്ലടാ, 2 കൈ കൊണ്ട് ചെയ്യും. ക്ലാപ്പ് ഇല്ല, ക്ലാപ്പ് ചെയ്യാനുള്ള മൂടില്ല. ശരി, അപ്പോ ചെയ്താ ഓക്കെ. ഇതാണ് ക്ലാപ്പ്. ഹാൻഡ്സ് അപ്പ് അവൾക്കറിയാം, ക്ലാപ്പും അറിയാം. പൊതുവേ പ്രോഗ്രാംസ് ദൂരോട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് റെഡി ആവുന്നതൊക്കെയാണ്. ഇവിടെ പിന്നെ നെടുമങ്ങാട് വരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റൂം. പക്ഷേ എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ റെഡി ആയിട്ട് അങ്ങ് പോകുന്നതാണ് കുറച്ചുകൂടെ താല്പര്യം, അവിടെ ചെന്ന് റെഡി ആവുന്നതിനേക്കാളും. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് പതുക്കെ ഇറങ്ങാം. ജയശേട്ടന് ചെന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്, സൗണ്ട് ചെക്ക് ഒക്കെ ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂടെ നേരത്തെ ഞങ്ങൾ ഇറങ്ങിയത്. ചേട്ടാ, ഞാൻ ജയശേട്ടനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ സംസാരിക്കാമേ. പക്ഷെ അതിനകത്ത് ജാൻ ഇത്തിരി നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ? അവിടെ അല്ല, ഇപ്പം പ്രോഗ്രാംസിന് 10 മണിക്ക് മുന്നേ നിർത്തണം, അല്ലെങ്കിൽ അടിയാണ് ബഹളമാണ്. എന്റെ പൊന്നെ, ആ ഒരു കോൺസെപ്റ്റിനോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല കാര്യം. 10 മണി കഴിഞ്ഞാൽ പ്രോഗ്രാം വെക്കരുത്, അതാണ് താല്പര്യം. അപ്പൊ നമ്മള് കലാകാരന്മാർ എങ്ങനെ പ്രോഗ്രാം ചെയ്യും? 10 മണി വരെ ചെയ്യും. അതെ, എനിക്ക് സെയിം ഒപ്പീനിയൻ ആണ്. 10 മണി കഴിഞ്ഞ് പ്രോഗ്രാം. എന്നാൽ 10 മണി കഴിഞ്ഞ് ഇവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ നിർത്താതെ ഈ റോഡ് നീളെ പാട്ടിടുന്നതും അതൊന്നും ആർക്കും പ്രശ്നമല്ല. പാവപ്പെട്ട കലാകാരന്മാർ 10 മണിക്ക് ശേഷം പ്രോഗ്രാം ചെയ്ത് അവിടെ അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, നേരിട്ട് കയറി ആക്രമിക്കുക, ഇതിനേക്കാളും വലിയ വലിയ കുറ്റങ്ങളും തെറ്റുകളും ചെയ്യുന്നവർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് പാട്ട് പാടി, എന്റെ കൊച്ചിനുള്ളത് ഇഷ്ടപ്പെടുന്നില്ല, പാട്ട് പാടി എന്ന് പറഞ്ഞ് അടിക്കുക. ഒന്നാമത്തെ കാര്യം, ഒന്നെങ്കിൽ കൃത്യസമയത്ത് ഒരു 6 മണി 7 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. പൊതുവെ ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് 2.5 to 3 മണിക്കൂറാണ്. അപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങി കൃത്യം 10 മണിക്ക് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 9 to 10 മണി, ആ 10 മണിക്കുള്ളിൽ നിർത്താം. അപ്പോൾ ആദ്യമായിട്ട് അത് ആരാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ്, അല്ലെങ്കിൽ സംഘടനയാണ്. ആരാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നത്, അവരാണത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെങ്കിൽ കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പല ആൾക്കാർ ഞങ്ങളെപ്പോലെ, ഞാൻ കുറച്ച് സീരിയസ് ആവുന്നേ, ഇത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. നമ്മൾ കലാകാർ പല സമയത്തും എത്രയോ നേരത്തെയാണെന്ന് അറിയാം പോയി സെറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ, ഞാൻ പാട്ടുകാരെ ഞാൻ പറയുന്നില്ല, ഓർക്കസ്ട്രേനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ പോകണം. അവരുടെ ഓർക്കസ്ട്ര, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് അവർക്ക് സെറ്റ് ചെയ്യണം, സൗണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് അവർ കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കും. സാധാരണ പാട്ടുകാരെക്കാളും മുന്നേ ഓർക്കസ്ട്ര ആയിരിക്കും അവിടെ എത്തുന്നത്. അത് ഇനി എത്ര ദൂരമുള്ള സ്ഥലമാണെങ്കിലും തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും ഒരു 3-4 മണിക്കൂർ മുന്നേ അവരവിടെ പോവുകയാണ്. അതും പോരാഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് 1-2 മണിക്കൂർ വെറുതെ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റ സെക്കൻഡുകളെ ഞാൻ ഉറക്കിയിട്ട് വരാം. അപ്പൊ ജാനി ഒരുവിധം ഞാൻ മിണ്ടാതെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ അവളിപ്പോൾ തുടങ്ങും. ഞാൻ പറഞ്ഞു വന്ന ഫ്ലോ മൊത്തത്തിൽ അങ്ങ് പോയി.
പറഞ്ഞു തന്ന വേറൊന്നുമല്ല, കൃത്യമായിട്ട് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മണിക്കുള്ളിൽ തന്നെ നിർത്താൻ പറ്റും. പിന്നെ അത് എല്ലാ അമ്പലങ്ങൾക്കും ഒക്കെ ബാധകമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പർട്ടിക്കുലർ അമ്പലങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി അവർക്ക് എപ്പോൾ വേണമെങ്കിലും സൗണ്ട് വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അത് തന്നെയാണ്. നേരത്തെ പ്രോഗ്രാം തീർന്ന് നേരത്തെ വീട്ടിൽ നിന്ന് കിടന്ന് ഉറങ്ങുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷെ ഞങ്ങൾ കൃത്യസമയത്ത് എത്തിയാൽ പോലും പലപ്പോഴും ഇതുപോലെ പ്രോഗ്രാംസ് വളരെ ലേറ്റായിട്ട് തുടങ്ങി വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലെത്തേണ്ടി വരുന്നത്. ജാനി ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നെടുമങ്ങാട് എത്താറായി അല്ലേ? നെടുമങ്ങാട് എത്താറായി. അപ്പം ഇനി ഇരുട്ടി. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇനി എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതെല്ലാം മറന്നുപോയതൊന്നുമല്ല. ആ ഒരു ഫ്ലോ എങ്ങനെ നഷ്ടപ്പെട്ടു. ജാനി എൻ്റെ ഇടയ്ക്ക് ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ അവളെ ഉറക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഞാനും ജയശേഷനും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലേ? കുറച്ച് വലിയതാ. അങ്ങനെ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് പറയുന്നത് ഇനി സുദീപ് ഏട്ടനുണ്ട് പാടാൻ, അജിത്ത് ഏട്ടനുണ്ട് പാടാൻ, പിന്നെ അങ്ങനെ കുറച്ച് ഇന്ന് കുറേ പാട്ടുകാരൊക്കെ ഉണ്ട്. മിക്കവാറും അത് ഞാൻ പാടേണ്ടില്ല. എൻ്റെ അനിയനും അച്ഛനും എല്ലാവരും വായിക്കുന്നു. കണ്ണൻ അവിടെ എത്തി ഓൾറെഡി. അച്ഛനും അമ്മയും വേറെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവരെത്താറായി. ഞങ്ങളിവിടെ ആനാട് എന്നുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് വിശന്ന് കത്തിയിരിക്കുക. അങ്ങനെ ചായ വാങ്ങിക്കാൻ ജയശേട്ടൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവരും. എനിക്ക് വേണ്ടിയുള്ള വാഴക്കൊക്കെ മുട്ടബജി ഒക്കെ എടുക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ്. ഞങ്ങളിപ്പോൾ പച്ച എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ഒരു വെടിക്കെട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. അത് വെളുപ്പിന് 6 മണിക്ക് എന്തോ ആണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോയിൽ അമ്പലത്തിലോട്ട് പോകാമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തെത്തി. ഓർക്കസ്ട്രയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അതേ സമയത്ത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു കണ്ടപ്പോൾ നേരത്തെ കണ്ട ഗ്രൗണ്ടേ അല്ലായിരുന്നു, നിറച്ച ആളായിരുന്നു. ആ ഗ്രൗണ്ട് നിറയെ ആളുകളുണ്ടായിരുന്നു കാണാനായിട്ട്, പ്രോഗ്രാം കാണാനായിട്ട്. അങ്ങനെ ഉടനെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ജാനിതേ നല്ല എൻജോയ് ചെയ്ത് ഒരു ഉറക്കവും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. രാത്രി 11 മണി എന്തോ ആയി ആ സമയത്ത്. ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. കമ്മലൊക്കെ എടുത്തിട്ടു, ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്തിട്ട് ഞാനും റെഡിയായി. ജാനിയുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവൾ മറ്റേ ഫുൾ ഓണായിരുന്നു. എസ്പെഷ്യലി ഈ പാട്ടുണ്ടല്ലോ, വാനുകവലയ, ഇതൊക്കെയാണ് കേട്ടോ അവളുടെ ഫേവറേറ്റ് സോങ്സ്. പിന്നെ എന്നോടൊപ്പം സി കേരള സരിഗമപ വിന്നറായിട്ടുള്ള ലിബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പുണ്ണി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ചീഫ് ഗസ്റ്റ് നമ്മുടെ സ്വന്തം സുദീപ് ഏട്ടനായിരുന്നു. അപ്പം സുദീപ് ഏട്ടനോടൊപ്പം 2-3 ഡുവറ്റൊക്കെ പാടി നല്ല ഷോ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറോളം പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പൂജ നടക്കുവാണ്. അപ്പോൾ ആ പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം നിർത്തിവെക്കണം. അതിനുശേഷം ഘോഷയാത്ര വരുമ്പോഴും നിർത്തിവെക്കണം. ശരിക്കും ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാനിയും ഡ്രമ്മൊക്കെ വായിക്കുന്നത്. അവൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും തബല മൃദംഗമൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴേക്കും അവൾ ഭയങ്കര ആക്റ്റീവായിട്ടാണത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് അവളെ പരിചയപ്പെടുത്തി ഡ്രമ്മ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണനും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് സോങ് ആവുന്നതിന് മുന്നേ ഞാനും അമ്മയും അച്ചാച്ചനും ജാനിയും അങ്ങ് ഇറങ്ങി, തിരക്കിന് മുന്നേ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ജയശേട്ടനും കണ്ണനും പിന്നീടാണ് വന്നത്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. വെളുപ്പിനെ 3:30 എന്തോ ആയി വീട്ടിലെത്തിയപ്പോൾ. ജാനി വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് പോലും മാറുന്നില്ല, നേരെ ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.